സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24ന്റെ മെഗാ പ്രീപോൾ സർവേ. രണ്ടാം ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ കണക്കുകളിൽ 3 കോൺഗ്രസിനും 1 LDFിനുമാണ് മേൽക്കൈ. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശാസ്ത്രീയമായി വിലയിരുത്തിയതിന്റെ പിൻബലത്തിലാണ് 24 തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നത്തെ ലീഡ് സ്റ്റോറി. പിടിതരാത്ത 4 ഇഞ്ചോടിഞ്ച് മണ്ഡലങ്ങൾ, 4 ക്രൂഷ്യൽ മണ്ഡലങ്ങൾ, 4 സൂപ്പർ മണ്ഡലങ്ങൾ. വെൽക്കം ടു DS24 ഇലക്ഷൻ അഭിപ്രായ സർവേ, സെക്കൻഡ് റൗണ്ട്, സെക്കൻഡ് ഡേ. കാസർഗോഡ്, കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് 24 പ്രീപോൾ സർവേ രണ്ടാം ദിവസം അന്വേഷിച്ചത്. കാസർഗോഡ് മണ്ഡലത്തിൽ കാറ്റ് ഇടത്തോട്ടാണ്. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ 41.9% വോട്ട് നേടി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ജയിക്കുമെന്ന് സർവേ. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 40.3%, NDA സ്ഥാനാർത്ഥി ML അശ്വിനി 16.4% വോട്ട് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു. മറ്റുള്ളവർ 1.4% വോട്ട് നേടും. കോഴിക്കോടിന്റെ ഖൽബ് ഇത്തവണയും UDF സ്ഥാനാർത്ഥി MV രാഘവനോടൊപ്പമായിരിക്കും. 44.1% വോട്ട് നേടി MK രാഘവൻ 4ാമതും പാർലമെന്റിലെത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. LDFിനു വേണ്ടി എളമരം കരീം 39.5% വോട്ട് നേടും. മുതിർന്ന നേതാവ് MT രമേശിനെ രംഗത്തിറക്കിയെങ്കിലും NDAക്ക് ലഭിക്കുക 15.8% വോട്ട് മാത്രമാണെന്ന് പ്രവചനം. ലോക്സഭയിലേക്ക് 4ാം ഊഴം തേടിയിറങ്ങുന്ന ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ മത്സരം കടുക്കും. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം 0.9% മാത്രം. ആന്റോ ആന്റണിക്ക് 38.9% വോട്ടും തോമസ് ഐസക്കിന് 38% വോട്ടും ലഭിക്കുമെന്നാണ് സർവേ ഫലം. NDAക്ക് വേണ്ടി അനിൽ ആന്റണി 22.5% വോട്ട് നേടും. കൊല്ലം NK പ്രേമചന്ദ്രനെ കൈവിടില്ല. 44.8% വോട്ട് നേടി UDF സ്ഥാനാർത്ഥി ജയമുറപ്പിക്കും. LDFിന്റെ M മുകേഷ് 41.1% വോട്ട് നേടുമെന്നും പ്രവചനം. NDAയുടെ G കൃഷ്ണകുമാർ 13.2% വോട്ട് നേടുമെന്നാണ് പ്രീപോൾ സർവേയിൽ പറയുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24.